10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി. ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്നും താഴേക്ക് ചാടിയ ആളുടെ മൃതദേഹം വെല്ലം ഉപ്പുറ്റിക്കടവ് ഇല്ലിക്കാട്ടിൽ നിന്നും കണ്ടെത്തി. വടാട്ടുപാറ സ്വദേശി ദിനേശാണ് ഡാമിലേക്ക് ചാടിയത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയാണ് ഈ പ്രദേശത്ത് മൃതദേഹം കരയിൽ അടിഞ്ഞുകിടക്കുന്നതായി നാട്ടുകാർ കണ്ടത്. രാവിലെ 6 മണിക്ക് മൃതദേഹം കാലടി ശബരി പാലത്തിന് താഴെയായും കണ്ടിരുന്നു. ഒക്ടോബർ 25-നാണ് ഡാമിൽ നിന്നും ഇയാൾ താഴേക്ക് ചാടിയത്. ഷട്ടർ തുറന്നിട്ടതുകൊണ്ട് താഴ്ഭാഗത്തേക്ക് മൃതദേഹം ഒഴുകി വരാൻ സാധ്യതയുള്ളതായും സോഷ്യൽ മീഡിയകളിലൂടെ വിവരം ലഭിച്ചിരുന്നു. തുടർന്നുള്ള തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കാലടിയിലും വെല്ലത്തും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു 7:30 ചായ കുടിക്കാൻ വരുമ്പോഴാണ് അറിയണത് വല്ലങ്കടവിൻ്റെ താഴെ ഒരു ബോഡി, അത് വടാട്ടുപാറയുള്ള ഒരു പയ്യനാണെന്നാണ് അറിഞ്ഞത്. ഒരു 8 മണിക്കാണ് പാലത്തിൻ്റെ അവിടെ കിടന്ന് കറങ്ങേണ്ടത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പയ്യെ പോകുന്ന 8:30 ഇവിടെ പുറ്റിക്കടവിലെത്തി. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും മെമ്പർമാരൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മെമ്പർ വന്നിട്ടുണ്ട്. വടാട്ടുപാറ സ്വദേശിയായ ദിനേശ്, 45 വയസ്സുള്ള ദിനേശാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 9:30ക്ക് ശേഷം ആശുപത്രിയിലേക്ക് പോയതാണ്. അമ്മയുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയതാണ്. ഭൂതത്താൻകെട്ട് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വെച്ച് വണ്ടി സ്ലോ ചെയ്ത സമയത്ത് അവൻ ചാടി ഇറങ്ങി ഓടി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുകയാണ് ചെയ്തത്. 2-3 ദിവസം അവിടെ ഫയർഫോഴ്സുകാർ ഭൂതത്താൻ ഡാമിൻ്റെ താഴ്ഭാഗത്ത് തിരഞ്ഞെങ്കിലും ആളെ കിട്ടിയില്ല. ഇന്നിപ്പോൾ രാവിലെയാണ്, ഇന്നലെ ഞങ്ങൾ കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലടി പാലത്തിൽ നിന്നൊരാൾ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ആളുടെ മൃതദേഹം കാലടി പാലത്തിന് താഴേക്ക് പോകുന്നത് കണ്ടതായിട്ട് അറിയിച്ചു. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ ഈ സ്പോട്ടിൽ വന്ന് മൃതദേഹം കണ്ടിട്ടുള്ളത്. ആൾ ഒരല്പം മാനസിക പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ്. അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നലെ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, വീട്ടിൽ നിന്ന് പോരുമ്പോൾ വേറെ ആളൊരു അക്രമാസക്തനോ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതല്ല. പെട്ടെന്നാണ്, ആരും പ്രതീക്ഷിക്കാതാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിയത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കുറേ ഓടി ചെന്നെങ്കിലും ആൾ ആദ്യത്തെ ചാട്ടത്തിന് വേറെ അപകടമൊന്നും പറ്റില്ല, എഴുന്നേറ്റ് നിന്നതാണ്. അപ്പോൾ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആളുകൾ കയറിട്ട് കൊടുത്തെങ്കിലും കയറിൽ പിടിക്കാൻ കൂട്ടാക്കാതെ വീണ്ടും ഒഴുക്കുള്ള ഭാഗത്തേക്ക് ചാടി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ആരൊക്കെയുണ്ട്? വൈഫ് പിള്ളേരായതുണ്ടോ? ഭാര്യയില്ല, ഇപ്പം നിലവിൽ ഭാര്യയൊന്നും കൂടെ ഇല്ല. അമ്മയുടെ കൂടെയാണ് താമസം. അമ്മയാണ്. പിന്നെ സഹോദരങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട്. സഹോദരിയും സഹോദരങ്ങളും തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം കഴിച്ചതാണ്. തുടക്കത്തിൽ തന്നെ ഡിവോഴ്സായി. ചെറിയ പ്രശ്നമായിട്ട് ആദ്യമേ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡിവോഴ്സായി പോയി. ഒറ്റയ്ക്കാണ്. അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. ദിനേശ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് വിവരം അറിയിച്ചു. പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി.